എനിക്ക് വീണ്ടും ഞാൻ പറയുന്നു, സാധാരണ അതെ ഈ ഇരിക്കുന്ന ഷർട്ട് ഇടാത്ത ടി എൻ വിശ്വനാഥൻ എന്താ തരം അതെ. അപ്പൊ അതെല്ലാരും സ്നേഹത്തോടു കൂടിയാ. ഒരു മിനിറ്റ്, എപ്പോഴും വിളിക്കുന്നത് മറ്റുള്ളവരെ വിളിക്കണ മാതിരിയല്ല ഇതിനെ ഒക്കെ. അങ്ങനെ പാർഷ്യാലിറ്റി. എന്റെ അച്ഛനെ ഞാൻ മകനായ കാരണം ലാലേട്ടൻ അങ്ങനെ പാർഷ്യാലിറ്റി. ലാലേട്ടൻ എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. അച്ഛനെ ഇപ്പൊ അച്ഛന്റെ മകന്റെ പേര് ഇങ്ങനെ വിളിക്കുമ്പോ അച്ഛനിങ്ങനെ വലിയ ഇത് തോന്നുന്ന. അപ്പൊ ഞാൻ സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ ഇത്രയ്ക്ക് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിച്ചിട്ട് മേലെ എനിക്ക് ബിഗ് ബോസ് തന്നിട്ടുണ്ട്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അത് വേറെ ഒന്നും അറിയില്ല. ഇനിയുള്ള ലൈഫ് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ അമ്പലം അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ്. ഞാൻ നാളെ എന്റെ മെഡിക്കലിന്റെ ബിസിനസിന് പോകും. എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ എനിക്ക് അതൊക്കെ വേണ്ടേ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഒരു മത്സരാർത്ഥി സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല. അവര് എന്തെങ്കിലും ആയിക്കോട്ടെ. അവര് ഇഷ്ടം പോലെ അവരുടെ ഗെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ. അവര് എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ്. എങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു മത്സരാർത്ഥി ഞാൻ പറഞ്ഞില്ല, എന്റെ ജിൻഡോ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഭയങ്കര ക്ലോസ് ആണ്. അവനായിട്ട് ഭയങ്കര കോംബോ ആണ്. അവൻ ഒരു പാവാണ്. എന്ന് വെച്ചിട്ട് ജിൻഡോ നല്ല പ്ലെയർ ആണെന്നും അല്ലാന്നും പറയില്ല. അവൻ നല്ല പ്ലെയർ ആണ്. ഞാൻ പറയുന്നത് അവൻ നല്ല പ്ലെയർ ആണ്. അവന്റെ വാക്കുകൾ മാത്രമാണെന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കയറി കൊടുക്കും. ജിൻഡോ നല്ല പ്ലെയർ ആണ്. ജിൻഡോ മാത്രമേ ഇടൂ, സകല ആൾക്കാർ നല്ല പ്ലെയർ നല്ല പ്ലേയേഴ്സ് ആണ്. അവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഞാൻ ഓടിച്ചാടി എല്ലാവരും നടന്നതാകെ. കാരണം എന്റെ മുമ്പിൽ 7 ദിവസമേ ഉള്ളൂ. 7 ദിവസം കഴിഞ്ഞാൽ ഒന്നെനിക്ക് ചിലപ്പോ എനിക്കൊരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ 7 ദിവസം കൊണ്ട് രതീഷ് കുമാർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ ചെയ്തു. പിന്നെ ദൈവത്തിന്റെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ് ബിഗ് ബോസ്. ഈ ബിഗ് ബോസ് ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോടും, ബിഗ് ബോസ് പ്രേക്ഷകരോടും, ഏഷ്യാനെറ്റ് പ്രേക്ഷകരോടും, മലയാളികളോടും, ലോകത്തുള്ള മലയാളികളോടും എനിക്ക് തന്ന സ്നേഹം ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റിനും കൊടുക്കുക. ബിഗ് ബോസിന് കൊടുക്കുക. ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ്. സത്യസന്ധമായിട്ടുള്ള ഷോ ആണ്. ബിഗ് ബോസിനെ സ്നേഹിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.